മുഅല്ലിമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മെ വേദനിപ്പിച്ചവരോട്, കളിയാക്കിയവരോട് നാം എങ്ങനെ തിരിച്ച് പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മെ വേദനിപ്പിച്ചവരുടെ വാക്കുകൾ ആലോചിച്ച് നമ്മുടെ ഹൃദയം നോവുമ്പോൾ ഇവിടെ നീതിയും അനീതിയും നിശ്ചയിക്കുന്നത് സർവശക്തനായ അള്ളാഹു മാത്രമാണെന്ന് ഓർക്കുക. അള്ളാഹുവിനോട് എല്ലാം തുറന്നു പറഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും, നമ്മൾ ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും തീർച്ചയായും അത് വഴിയേ കിട്ടും. തെറ്റ് ചെയ്തത് നമ്മളായാലും അവരായാലും ഒരിക്കലും രക്ഷപ്പെടില്ല. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വേദനിപ്പിച്ചവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക. അതാണ് അവരോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പ്രതികാരം. കാരണം നമ്മൾ അവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മുടെ എല്ലാ നന്മകളും അവരിലേക്ക് എത്തപ്പെടുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. അതുപോലെ നമുക്ക് ചില സംഭവങ്ങൾ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ആശ്വാസം കിട്ടാത്ത പോലെ, മനസ്സിങ്ങനെ കിടന്ന് വിങ്ങുന്ന പോലെ, അങ്ങനെ വരുമ്പോൾ പടപ്പുകളോട് പറയാതെ അള്ളാഹുവിനോട് പറയുക. അള്ളാഹുവിനോട് എന്ത് വിഷയവും തുറന്നു പറയാം. അതിനുശേഷം ആ വിഷയം അവിടെ ഉപേക്ഷിക്കുക. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇനി ചെയ്യാനുള്ളത് മധുര പ്രതികാരം. നമ്മളെ വിഷമിപ്പിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അതാണ് നമ്മളും അവരും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത്. അവർക്ക് തെറ്റു തിരുത്തി കൊടുക്കണേ അല്ലാ, ശരിയായ വഴി പറഞ്ഞു കൊടുക്കണേ അല്ലാ, അവർക്ക് നന്മ മാത്രം വരുത്തണേ അല്ലാ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ അവർ ചെയ്ത പോലെ തെറ്റ് തിരിച്ചു ചെയ്താൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മെ വേദനിപ്പിച്ചവരോട് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നു. നമ്മൾ വേദനിച്ചതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലം അള്ളാഹു തീർച്ചയായും തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ വരുന്ന അറിവുകളെല്ലാം കരസ്ഥമാക്കി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.